ആൻസി. ഇടർച്ചയോടെയാണ് ജോൺകുട്ടി ആ പേര് പറഞ്ഞത്. ആ രൂപം അയാൾക്ക് അഭിമുഖമായി പതിയെ തിരിഞ്ഞു നിന്നു. തല കുനിച്ചു നിൽക്കുന്ന രൂപത്തിന്റെ കറുത്ത തലമുടി താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. രൂപത്തിന്റെ തലയ്ക്ക് ചുറ്റും ഈച്ചകൾ പാറിക്കളിക്കുന്നുണ്ട്. ജോൺകുട്ടി ഭയന്ന് വിറച്ചു നിൽപ്പാണ്. ഓടാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. ദുർഗന്ധത്താൽ ജോൺകുട്ടി മൂക്കും വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് പുറകിലേക്ക് പതിയെ അടിവെച്ചു. പുറകിലേക്ക് വെക്കുന്ന ഓരോ അടിക്കും അനുസരിച്ച് ആ രൂപം മുന്നോട്ടടിവെച്ചെടുത്തുകൊണ്ടിരുന്നു. ജോൺകുട്ടിയുടെ ചുമൽ ഏതോ മരത്തിൽ അമർന്നു. അയാൾ നിശ്ചലനായി. രൂപം തല ഉയർത്തി നോക്കി. ജോൺകുട്ടി ഭയന്ന് നിലവിളിച്ചു. അഴുകിയ തൊലിയുമായി ആ മുഖം അയാൾക്ക് മുൻപിൽ തെളിഞ്ഞു. കണ്ണുകൾക്ക് പകരം ആ മുഖത്ത് 2 ദ്വാരങ്ങളുണ്ടായിരുന്നു. നീല നിറത്തിലുള്ള ആ മുഖം അയാളുടെ കഴുത്തിന് നേരെ നീണ്ടു. ആ സമയം 100ഓളം നായ്ക്കൾ ഒരുമിച്ച് ഓരിയിട്ടു. തൻ്റെ കഴുത്തിൽ പതിഞ്ഞ മുഖത്തിൻ്റെ മരിച്ചു മരവിച്ച തണുപ്പ് അയാൾ അറിഞ്ഞു. കഴുത്തിൽ 2 പല്ലുകൾ പതിയെ ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ഏതാനും നിമിഷത്തെ പിടച്ചിൽ. പിന്നെ വെട്ടിയിട്ട വാഴ കണക്കെ അയാൾ മറിഞ്ഞു വീണു. അപ്പോഴും അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. ആ ഭീകരരൂപത്തിന്റെ കൂർത്ത നഖങ്ങൾ അയാളുടെ മുഖം വികൃതമാക്കി. ജോൺകുട്ടിയുടെ കണ്ണുകളിൽ ആ വിരലുകൾ ആഴ്ന്നിറങ്ങി. ചെവിയും ചുണ്ടും ചെമ്പരത്തിപ്പൂവിതളുകൾ പോലെ ചിതറിത്തെറിച്ചു. നെഞ്ചിലൂടെ നീങ്ങിയ വിരലുകൾ അയാളുടെ വയറിന്റെ ആഴമളന്നു. അതോടെ ജോൺകുട്ടിയുടെ ജീവൻ അയാളെ വിട്ടകന്നിരുന്നു. ഇതേസമയം കാട്ടിലൊറ്റപ്പെട്ട ആൻസി എങ്ങനെയോ ഓടി വീടിന്റെ മുൻപിലെത്തി. അവൾ ആ മുറ്റത്ത് തളർന്നു വീണു. ത്രേസിയും രമയും ഓടിവന്ന് അവളെ താങ്ങിയെടുത്തു. ദേവൻ റോഡിൽ നിരന്നു നിൽക്കുന്ന നായ്ക്കൾക്കിടയിലൂടെ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു താലൂക്ക് ആശുപത്രി ദേവന്റെ കണ്ണിൽപ്പെട്ടു. തന്റെ മുറിവുകളിൽ മരുന്ന് വയ്ക്കാനായി അയാൾ ഇറങ്ങി. വല്ല അടിപിടിയാണോ? റിസപ്ഷനിലുള്ള സ്ത്രീക്ക് സംശയം. അല്ല, ഒന്ന് വീണതാ. അടികൂടിയതാണേൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അതെനിക്കറിയാം. ഇതൊന്നുമല്ല, ഞാൻ വണ്ടിന്ന് ഒന്ന് വീണതാ. ആശുപത്രിയിൽ നിന്നും മുറിവിൽ മരുന്നും ഇഞ്ചക്ഷനും എടുത്ത് ദേവൻ പുറത്തിറങ്ങി. ബൈക്കെടുത്ത് പോകുമ്പോൾ വല്ലാതെ വൈകിയിരുന്നു. റോഡിലാണേൽ നല്ല ഇരുട്ടും. വിജനമായ വഴി. വല്ലാത്ത ശാന്തത. റോഡിൽ വേറെ വാഹനങ്ങളില്ല. വണ്ടി നിന്നുപോയി. ബൈക്കിലെ പെട്രോൾ കഴിഞ്ഞിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ദേവൻ ബൈക്ക് ഉന്തിക്കൊണ്ട് റോഡിലൂടെ നടന്നു. ഇന്റർവ്യൂവിന് വന്നതു മുതലുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് സ്വയം ശപിച്ചു. കുറച്ച് നീങ്ങിയതോടെ വെളിച്ചമുള്ള ഒരു ചെറിയ കെട്ടിടം കണ്ടു. അതൊരു പോലീസ് സ്റ്റേഷനായിരുന്നു. ഈ രാത്രി റോഡരികിൽ പെട്രോളില്ലാത്ത ബൈക്കുമായി തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയ ദേവൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. പാറാവുകാരൻ തോക്കും പിടിച്ച് നിൽപ്പുണ്ട്. ASI രവീന്ദ്രൻ ദേവനെ തറപ്പിച്ചു നോക്കി. എന്താ കാര്യം? സാറേ, എന്റെ വണ്ടിയിലെ പെട്രോൾ തീർന്നു. അതിനത് പെട്രോൾ പമ്പല്ല, പോലീസ് സ്റ്റേഷനാണ്. സാറേ, ഞാൻ ഈ വണ്ടിയുമായിട്ട് ഇപ്പൊ എന്തു ചെയ്യാനാ? എടോ, പരിചയമില്ലാത്ത ഒരാളെയും ഇവിടെ രാത്രിയിൽ നിർത്താൻ പാടില്ല എന്ന ഓർഡർ. തനിക്ക് പെട്രോളല്ലേ പ്രശ്നം? വഴിയുണ്ട്. രവീന്ദ്രൻ സ്റ്റേഷനിലുണ്ടായിരുന്ന 1 ലിറ്റർ പെട്രോൾ എടുത്ത് ദേവന് നൽകി. ദേവൻ അതിന് പണം നൽകാൻ ശ്രമിച്ചപ്പോൾ രവീന്ദ്രൻ വാങ്ങിയില്ല. അനിയൻ ഇതിന് വേറൊന്നും തരണ്ട. രവീന്ദ്രൻ ദേവന് പെട്രോൾ നൽകുമ്പോൾ അകലം പാലിച്ചു നിന്നു. പെൻഷൻ പറ്റാൻ ഇനി 2 മാസം കൂടിയുള്ളൂ. നീ ഈ പെട്രോൾ ഒഴിച്ച് സ്റ്റേഷൻ കത്തിക്കരുത്. അല്ല, പറയാൻ പറ്റില്ലേ? അതൊക്കെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത്. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വീടെത്തിയാ മതി സാറേ. ആ, നീ പൊയ്ക്കോ. പിന്നെ നാളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ പോലീസ് സ്റ്റേഷനില് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഞാൻ തന്നെ ഗൗനിച്ചില്ല, മടക്കി വിട്ടു എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇപ്പൊ അതാണല്ലോ സ്റ്റൈല്. കുറച്ചു കാലം പെൻഷൻ മുടങ്ങാൻ അത് മതി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ. രവീന്ദ്രൻ ദേവനെ സൂക്ഷിച്ചു നോക്കി. എന്താടോ, തന്റെ ദേഹം മുഴുവൻ പരിക്കാണല്ലോ. തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? അതെ സാർ, അതൊക്കെ പറയാനാണെങ്കിൽ കുറേയുണ്ട്. ഞാൻ പോവാ. താനൊരു പരാതി എഴുതിത്താടോ, നമുക്ക് അന്വേഷിക്കാം. പരാതി തന്നിട്ട് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. അത് താനാണോ തീരുമാനിക്കുന്നത്? രവീന്ദ്രൻ ദേവന്റെ മുഖം പിടിച്ച് പരിശോധിച്ചു. മരുന്ന് വെച്ചിട്ടുണ്ടല്ലോ? അതെ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുവാണ്. ദേവൻ ഇന്റർവ്യൂവിന് പങ്കെടുത്തത് മുതലുള്ള കാര്യങ്ങൾ
രവീന്ദ്രന് മുൻപിൽ വിശദീകരിച്ചു. രവീന്ദ്രന്റെ മുഖത്ത് അത് കേട്ട് ഞെട്ടലൊന്നും ഉണ്ടായില്ല. എന്താ തന്റെ പേര്? ദേവൻ. എടോ, ഈ ജോർജീപ്പൻ ആരാണെന്ന തന്റെ വിചാരം? താൻ ഈ പേര് എന്തെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. നോക്കണമായിരുന്നു. എങ്കിൽ കുറച്ചെങ്കിലും തനിക്ക് അയാളുടെ പവറിനെ പറ്റി മനസ്സിലായേനെ. കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഭരണപക്ഷത്തുള്ളവരുമായും പ്രതിപക്ഷത്തുള്ളവരുമായും അയാൾക്ക് നല്ല ബന്ധമാണ്. പോലീസ് മേധാവികൾ അയാളുടെ സുഹൃത്തുക്കളാണ്. പ്രവാസി വ്യവസായികളിൽ പ്രമുഖൻ. പറയാൻ ഇനിയും ഏറെയുണ്ട്. അയാളെപ്പറ്റിയാണ് നീ എന്നോട് ഇത്രയും പറഞ്ഞത്. എന്നോട് പറഞ്ഞത് പറഞ്ഞു. വേറെ ആരോടും ഇനി മിണ്ടിയേക്കരുത്. ഇന്ന് രാത്രി നീ ഇവിടെ കഴിഞ്ഞോ? നാളെ CA സാറ് വരും. രാത്രി വണ്ടി മറിഞ്ഞപ്പോ ഇവിടെ തങ്ങിയതാണെന്ന് പറഞ്ഞാ മതി. CA സാറ് വരുന്നതിന് മുമ്പ് ഞാൻ പോവാം. വേണ്ട, താൻ ഇന്ന് രാത്രി ഇങ്ങോട്ട് കയറി വന്നത് ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മതി എനിക്ക് പണിയാവാൻ. താൻ ഞാൻ പറയുന്ന പോലെ പറഞ്ഞിട്ടങ്ങ് പൊക്കോ. എനിക്ക് ഒന്ന് വീട്ടിലേക്ക് വിളിക്കണം. വിളിച്ചോ? കയ്യിൽ ഫോണില്ലേ? ഉണ്ട്. എന്നാ വിളിക്ക്. ജോർജീപ്പന്റെ കാര്യമൊന്നും പറയണ്ട. തന്റെ നല്ലതിനാ ഞാൻ ഈ പറയണത്. ദേവൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. അമ്മേ. മോനെ, എന്താ ഈ നേരത്ത്? ഒന്നുമില്ലമ്മേ. ഞാൻ നാളെ വരാം. എന്താ മോനെ ശബ്ദമൊക്കെ വല്ലാണ്ട്? എന്താ മോനെ? ഒന്നുമില്ലമ്മേ, നിങ്ങൾ പേടിക്കാതിരിക്കെ. അമ്മയോട് പറയടാ, എന്താ ഉണ്ണിയുണ്ടായത്? ഒന്നുമില്ലമ്മേ, ഞാൻ രാവിലെ വരാം. ദേവൻ ഫോൺ കട്ട് ചെയ്ത് നെടുവീർപ്പിട്ടു. സുഭദ്ര അവനെ തിരിച്ചു വിളിച്ചു. ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മയോട്? പിന്നെ എന്തിനാ നിങ്ങൾ കരയണത്? ഞാൻ രാവിലെ വരാം. ദേവൻ വീണ്ടും ഫോൺ കട്ട് ചെയ്തു. താൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, എനിക്ക് വിശപ്പില്ല. അവൻ, ആ ജോൺകുട്ടി തീർന്നു കാണുമോ? ഇല്ല, അവൻ മരിക്കാനൊന്നും ചാൻസ് ഇല്ല സാറേ. എല്ലാവരും ജോർജ് മുതലാളിയുടെ പങ്ക് പറ്റുന്നവരാണിവിടെ. അതുകൊണ്ട് അയാളെപ്പറ്റി ഒരക്ഷരം പോലും നീ ഇവിടെ ആരോടും മിണ്ടരുത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സാറേ. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ അയാളുമായി ഉടക്കാതെ ഒരു ധാരണയിലെത്താൻ നോക്ക്. അല്ലെങ്കിൽ അയാൾ നിന്നെ വെറുതെ വിടില്ല. എനിക്ക് ആ ജോലിയിൽ നിന്ന് ഒരു മോചനം മതി, മറ്റൊന്നും വേണ്ട. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പുറം ലോകം അറിയും എന്നുള്ള ചിന്തയായിരിക്കും ചിലപ്പോൾ അയാളുടെ മനസ്സിൽ. ദേവൻ, അവരെല്ലാം ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഇരു ചെവി അറിയാതെ പലതും ചെയ്ത് പരിചയമുള്ളവരാണ്. നമുക്കതില്ല. നീ അയാളുമായി ഏറ്റുമുട്ടിയാൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. ഉറക്കം വരുന്നുണ്ടെങ്കിൽ തൽക്കാലം നീ ആ ക്യാമറയില്ലാത്ത ഭാഗത്ത് പോയി കിടന്നോ. ദേവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്റ്റേഷൻ ക്ലോക്കിലെ മണിമുഴക്കം ദേവൻ ഓരോ തവണയും അറിഞ്ഞു. അതിനിടയിൽ സ്റ്റേഷനിലേക്ക് വരുന്ന ഫോൺ കോളുകൾ. ഉറക്കച്ചടവോടെ പിറുപിറുക്കുന്ന ASI രവീന്ദ്രൻ. പുറത്തുള്ള പാറാവുകാരനും പാതി മയക്കത്തിലാണ്. പുറത്ത് നല്ല മഴയുണ്ട്. ദേവൻ ബാല്യകാലം ഓർത്തു. മഴയെ ആസ്വദിക്കാൻ കഴിയാതെ പോയ നിമിഷം ഇത് മാത്രമാണ്. കെണിയിൽ വീണുപോയ മുയലിനെ പോലെ ജീവിതത്തിൽ നിസ്സാരനും നിസ്സഹായനുമായിരിക്കുന്നു. ഇത് തിന്മയുടെ ലോകമാണ്. എല്ലാ വിജയവും അവർക്കാണ്. അവരുടെ കളിപ്പാട്ടങ്ങളാണ് തന്നെപ്പോലെയുള്ളവർ. ചുംബിക്കാനും തലോടാനും വലിച്ചെറിയാനും അവർക്ക് അവകാശമുണ്ട്. അതെല്ലായിടത്തും അങ്ങനെയാണ്. മനുഷ്യന്റെ വികാരങ്ങൾക്ക് വില പേശുന്നു. സ്ത്രീയുടെ മാംസത്തിനും മാനത്തിനും വിലയിടുന്നു. അവളുടെ അവസാനത്തുള്ളി രക്തവും വിൽപ്പനയ്ക്കായി നീക്കിവെക്കപ്പെടുന്നു. എല്ലുകൾ വളങ്ങളിൽ ചേർന്നിരിക്കാം. എല്ലാം ലോകത്തിന്റെ തൃപ്തിക്ക് വേണ്ടി. മാന്യതയുടെ കോമാളി വേഷത്തിൽ ഇവർ മുഖത്ത് പൂശുന്ന ചുവന്ന ചായം ഈ സ്ത്രീകളുടെ രക്തം കൊണ്ടായിരുന്നെന്ന് എത്ര പേർക്കറിയാം. ചിരിപ്പിക്കുന്നവന്റെ പുഞ്ചിരിയും കരയുന്നവന്റെ കണ്ണുനീരും ഇന്നിവിടെ വിൽക്കപ്പെടുന്നു. വിൽക്കപ്പെടാത്തതായി, ആർക്കും വേണ്ടാത്തതായി ഒന്ന് മാത്രം: മനസാക്ഷി. അതുള്ളവൻ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇന്നും അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാവിലെ CAയുടെ ജീപ്പിന്റെ ശബ്ദം കേട്ടാണ് ദേവൻ മുഖമുയർത്തിയത്. ഡോ, എഴുന്നേൽക്ക്, CA സാറ് വരുന്നു. ദേവൻ എഴുന്നേറ്റു. CA മുഹമ്മദ് റിയാസ് ക്യാബിനിലേക്ക് കടക്കവേ ദേവനെ കണ്ട് നെറ്റിച്ചുളിച്ചു. ആരാണിയാൾ? ഇന്നലെ സ്റ്റേഷന്റെ അരികിൽ വെച്ച് അയാളുടെ ബൈക്ക് മറിഞ്ഞു. പരുക്കുകളോടെ കയറി വന്നത് ഇങ്ങോട്ടാണ്. നേരം വെളുക്കുന്നതുവരെ ഇവിടെ ഇരുന്നോട്ടെന്ന് ചോദിച്ചു. ആളൊരു പാവാ സാറേ. റിയാസ് ദേവന്റെ അടുത്തേക്ക് ചെന്നു. കണ്ടിട്ട് അത്ര പാവാണെന്ന് തോന്നില്ലല്ലോ. ദേവൻ ബഹുമാനത്തോടെ നിന്നു. നേരം വെളുത്തില്ലേ?
അതോ ഇനി ഇവിടെ കിടക്കണോ? ഞങ്ങൾക്ക് പണിയുണ്ടാക്കി വെക്കാതെ പോവാൻ നോക്ക്. പോകുവാണ് സാർ. സാറിനെ ജസ്റ്റ് കണ്ടിട്ട് പോയാൽ മതിയെന്ന് മറ്റേ സാറ് പറഞ്ഞതുകൊണ്ട് നിന്നതാ. എങ്ങനെയാടാ വണ്ടി മറിഞ്ഞത്? വല്ല പന്നിയും കുറുകെ ചാടിയോ? അല്ല സാർ, റോഡിന് വശത്തുള്ള ചാലിലേക്ക് മറിഞ്ഞതാ. നീ എങ്ങനെയാ, കഴിക്കുവോ? എന്താ സാറേ? വെള്ളം അടിക്കുവോന്ന്? ഇല്ല സാറേ. മൊത്തത്തിൽ എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ദേവൻ മിണ്ടിയില്ല. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പുറത്ത് കിടക്കുന്നത് നിന്റെ ബൈക്കല്ലേ? അതെ സാർ. എന്നിട്ട് ബൈക്കിനൊന്നും പറ്റിയില്ലല്ലോടാ? ഇല്ല സാർ, ക്രാഷ് ഗാർഡിൽ താങ്ങി, അല്ലെങ്കിൽ പറ്റിയേനെ. പൊയ്ക്കോ. CI മുഹമ്മദ് റിയാസ് ക്യാബിനിലേക്ക് പോയി. പുറത്ത് റൈറ്ററുടെ അരികിൽ നിന്നുകൊണ്ട് ദേവൻ അഡ്രസ്സ് കൊടുത്തു. ആ സമയം മുഹമ്മദ് റിയാസിന്റെ വാട്സപ്പിലേക്ക് ചില മെസ്സേജുകൾ വന്നു. ഒരു വോയിസ് നോട്ടും ഒരു ഫോട്ടോയായിരുന്നു അത്. റിയാസ് തന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ ആ വോയിസ് നോട്ട് കേട്ടു. മീശ പിരിച്ചുകൊണ്ട് ആ ഫോട്ടോയിലേക്ക് നോക്കി. ഒരു നിമിഷം എന്തോ ആലോചിച്ചുകൊണ്ട് റിയാസ് ചാടി എഴുന്നേറ്റു. അവനെ പിടിക്ക്, ഗേറ്റ് അടയ്ക്ക്, ഓടിച്ചെന്ന് പിടിക്ക്. പോലീസുകാർ ഇതിനോടകം പുറത്തേക്ക് കടന്ന ദേവന്റെ അരികിലേക്ക് ഓടിയെത്തി വളഞ്ഞു. ഗേറ്റ് അടച്ചു. അവനെ ഇവിടെ കൊണ്ടുവാ, കൊലപാതകിയാണവൻ. പോലീസുകാരുടെ കൈകൾ ആലിന്റെ വേരുകൾ പോലെ അടുത്ത നിമിഷം ദേവനെ ചുറ്റിവരിഞ്ഞു.